കുറേ ദിവസത്തിന് ശേഷമാണ് തിയേറ്ററിൽ പോയിട്ടൊരു സിനിമ കാണുന്നത്. ലോഗ് എന്നുള്ള സിനിമ കാണാൻ പോകുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഉച്ചവരെയുള്ള ആ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കണ്ടതിന് ശേഷമാണ് പെട്ടെന്ന് സിനിമ കാണണം എന്നുള്ളൊരു ആഗ്രഹം തോന്നിയത്. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 5:30 കൂടിയാണ് തയ്യാറെടുപ്പുകൾ നടത്തിയിട്ട് 6 മണിക്ക് സിനിമയ്ക്ക് ഷോക്ക് കയറുന്നത് ചെറുപ്പശ്ശേരിയുള്ള ദേവി തിയേറ്ററിലാണ്. പോയതെന്തായാലും മുതലായി. ഇത്രയും കിടിലനായിട്ടുള്ളൊരു സിനിമ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. അതും മലയാളത്തിൽ നിന്ന് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടൊരു സിനിമ വരാൻ അതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും എല്ലാവർക്കും, അതിൽ അഭിനയിച്ചവർക്കും അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. അതും മലയാളത്തിൽ നിന്ന് ഇത്രയും ക്വാളിറ്റി ഉള്ളൊരു സിനിമ വന്നാൽ അതിന് ശരിക്കും നമ്മൾ പ്രോത്സാഹിപ്പിക്കാനല്ലേ ചെയ്യേണ്ടത്. അത് കാരണം കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്തൊരു പടമാണെന്നറിയോ? ഈ പടത്തിനെ നമുക്ക് കണക്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറേ കാരണങ്ങളുണ്ട്. നമ്മൾ ചെറുപ്പത്തിൽ കേട്ട കുറേ കഥകളുണ്ടല്ലോ, മാടൻ, മറുത, യക്ഷി, രക്ഷസ്, ചാത്തൻ, അതുപോലെ ഈ ഒടിയൻ, ഇതുപോലെയൊക്കെ നമുക്ക് ചെറുപ്പത്തിൽ കേട്ട കുറേ കഥകളായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡായി പോവുകയാണ്. പിന്നെ ഓരോ സീനും ഭയങ്കര എൻഗേജിങ് ആയി പോവുകയാണ്. നമ്മൾ ചെറുപ്പത്തിൽ കേട്ട നമുക്ക് ആ ബേസിക്കായിട്ട് കിട്ടിയ കുറേ സൂപ്പർ ഹീറോ കഥകളുണ്ടല്ലോ, ആ കഥകളിലത്തെ ആ നായകന്മാർ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ പിന്നെ ഒന്നും അപ്പുറത്തേക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവർ സൂപ്പർ ഹീറോസാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. നമ്മുടെ ആ ചെറുപ്പത്തിൽ നമ്മൾ കണ്ട പല ഈ സൂപ്പർ ഹീറോകളും നമ്മുടെ മുന്നിലേക്ക് ഇറങ്ങി വരികയാണ് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക്. അവരെല്ലാം അമരന്മാരായിട്ട്, മരണമില്ലാത്തവരായിട്ടാണല്ലോ നമ്മുടെ കഥകളെല്ലാം നമ്മൾ ചിത്രീകരിച്ചിട്ടുള്ളത്. അവർ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. എന്തൊരു സിനിമയാണെന്നറിയോ? അതിൻ്റെ മേക്കിങ്, അതിൻ്റെ BGM, അതിൻ്റെ കളറ് പോലും, ലൈറ്റ് ചെയ്തതുപോലും അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഭ്രാന്തമായിട്ടൊരു സിനിമയൊക്കെ, ഈ പ്രത്യേകിച്ച് സൂപ്പർ ഹീറോ മൂവികളോട് പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ലാത്ത ഒരാളാണ്. പക്ഷേ ഇതിനെന്തോ അത്രയും ക്വാളിറ്റി ഉണ്ട്, ആ പ്രൊഡക്റ്റിന് അത്രയും ക്വാളിറ്റി ഉണ്ട്. എല്ലാവരും പോസിറ്റീവാണ് പറയണത്. ഈ തിയേറ്ററിലല്ലാണ്ട് ഈ സിനിമ നമുക്ക് ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. അത്രയും ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് ഈ സിനിമ നിർമ്മിച്ച് വെച്ചിട്ടുള്ളത്. ദുൽഖറൊക്കെ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി ഇത്രയും വലിയൊരു ബഡ്ജറ്റൊക്കെ ചിലവാക്കണം എന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഒരു പരീക്ഷണ പടമാണ്. ഇങ്ങനെ പരീക്ഷണങ്ങൾ മലയാളത്തിൽ വരുമ്പോൾ നമ്മളതിനെ കൈ നീട്ടി സ്വീകരിക്കാനേ വേണം. ചെറിയൊരു സ്ഥലത്തേക്ക് ഒതുങ്ങി പോകേണ്ടതല്ല നമ്മുടെ ഈ ചെറിയ ഇൻഡസ്ട്രി. മലയാളം എന്നുള്ള ഭാഷ അതിർവരമ്പുകളെല്ലാം ഭേദിച്ച് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഈ സിനിമയെ നമുക്ക് ഒരു സിനിമാ പ്രേമി എന്നുള്ള രീതിയിൽ അതിനെ മാക്സിമം എങ്ങനെ പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ അത്രയും നല്ലതാണ്. ഇപ്പോൾ നമുക്ക് ദുൽഖർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറിൻ്റെ കയ്യിലുണ്ട്. അതുപോലെ നസ്ലനും അതുപോലെ ഒരു അതിർവരമ്പുകളില്ലാതെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രേക്ഷകരെ കിട്ടുന്ന ഒരാളായിട്ട് മാറിയിട്ടുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ഈ ഒരു സിനിമ വലിയ രീതിയിലേക്ക് മാറും. അവർ അധികം ഇതിനൊന്നും പ്രൊമോട്ട് ചെയ്യാത്തത് അവർക്ക് ഇതിനെക്കുറിച്ചൊരു മുൻധാരണ ഉണ്ട്. ഈ സിനിമ കയറി അങ്ങ് കൊളുത്തുന്നുള്ളത് അമ്മാതിരി തീയായിട്ടാണ്. കല്യാണി എന്നുള്ളൊരു പവർ പാക്ക് ക്യാരക്ടർ ഉണ്ടല്ലോ, അത്രയും പവറാണ് കല്യാണി. ഒരു നിഷ്കളങ്കമായിട്ടുള്ള മുഖഭാവത്തിൽ നിന്ന്, ക്യൂട്ടായിട്ടുള്ളൊരു മുഖഭാവത്തിൽ നിന്ന്, ഒരു കുട്ടിയത്തുള്ള മുഖഭാവത്തിൽ നിന്നും ആറ്റിറ്റ്യൂഡായിട്ട് കല്യാണി മൊത്തം സിനിമ അങ്ങ് കയറി ഭരിക്കുകയാണ് ചെയ്യണത്. ഇനി വരാനുള്ളത് ചാത്തന്മാർ ഒരുപാട് വരാനുണ്ടെന്നാണ് അവസാനം എഴുതി കാണിക്കുന്നത്. എല്ലാ സിനിമാ പ്രേമികളോടും പറയാനുള്ളത്, ഒരിക്കൽ പോലും നിങ്ങൾ സ്ക്രീനിൽ എഴുതി കാണിച്ചതിന് ശേഷം ഇറങ്ങി പോകരുത്. ആദ്യം ഒന്ന് അവസാനിക്കും, പിന്നെ വീണ്ടും തുടങ്ങും, വീണ്ടും അവസാനിക്കും. എല്ലാം കഴിഞ്ഞ് തിയേറ്ററിൽ അതിൻ്റെ ലൈറ്റ് വരുമല്ലോ, നമുക്ക് എണീറ്റ് പോകാനുള്ളൊരു ലൈറ്റ് വരില്ലേ, അതുവരെ സിനിമ തീയാണ്. ഇനി വരാനുള്ളത് എന്താകുമോ ആവോ? കാരണം നമ്മൾ ചെറുപ്പത്തിൽ കേട്ട വലിയൊരാളുണ്ട് എല്ലാത്തിൻ്റെയും തലതൊട്ടപ്പനായിട്ട്, ഡ്രാക്കുള. അതെല്ലാം ഇനി ആരെ കൊണ്ട് വെക്കുമോ ആവോ? അങ്ങനെ പല നാട്ടിൽ പല കഥകളാണ്, പല മുത്തശ്ശി കഥകളാണ്, പല സൂപ്പർ ഹീറോകളുണ്ട് പല നാട്ടിലും. ഇതെല്ലാം ക്യാൻവാസിലേക്ക് എത്തിക്കാനുള്ള ഒരു വലിയൊരു വാതിലങ്ങ് തുറന്നിട്ട് കൊടുത്തേക്കാണ്. കണ്ട് ആസ്വദിക്കുക വേണം. ഇത്രയും പവറായിട്ടൊരു മലയാള സിനിമ ഇതുവരെ വന്നിട്ടില്ല. കൈ അടിച്ചു കൊടുക്കുക തന്നെ വേണം. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. അത്രയും കിടിലൻ സിനിമയാണ് ലോക്.